ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കല്യാണ റിസപ്ഷന് പോയാലോ? അതായത് ഞങ്ങളൊരു 5:30-6 മണിയോട് കൂടിയിട്ടാണ് ഞങ്ങൾ റെഡി ആയിട്ടുള്ളത്. 4 മണിക്കാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒരു 8:30 വരെയാണിത് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് മുമ്പ് നമുക്കവിടെ എത്തണം. എങ്ങനെയായാലും 4 മണി 5 മണിയൊക്കെ ആകുമ്പോഴേക്കും ഇറങ്ങണം വിചാരിച്ചായിരുന്നു. പക്ഷേ എല്ലാവരും റെഡി ആയി വന്നപ്പോൾ തന്നെയും ഒരു 5:45-6 മണി ആ ടൈം ആയിട്ടോ. അപ്പോൾ ഇതാ പോകാൻ നേരത്തുള്ളൊരു കുറുമ്പാണ് നിങ്ങളിപ്പോൾ കാണുന്നത് കേട്ടോ. അത് എനിക്ക് സ്ഥിരമുള്ളതാണെങ്കിൽ പോകാൻ ഒരുങ്ങുമ്പോൾ ഒരു കുറുമ്പ്, ഒരു കരച്ചിൽ നിർബന്ധമാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും റെഡിയായി പുറത്തേക്ക് ഇറങ്ങിയതാട്ടോ. ഓരോരുത്തരായിട്ട് റെഡി ആയിട്ട് ഇറങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇത്രയും പേര് ഇങ്ങനെ റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വിചാരിച്ച് ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഞാൻ 2 ദിവസമായിട്ട് എൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ. ഇന്ന് ഉച്ചയ്ക്കാണ് ഹസ്ബൻഡ് വീട്ടിലെത്തിയത്. വന്നൊന്ന് സെറ്റായപ്പോൾ തന്നെ റിസപ്ഷന് പോകാനുള്ള ടൈമായിട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും റെഡിയായി റിസപ്ഷൻ ഹാളിലേക്ക് പോകുകയാണ്. ഇവിടെ അടുത്ത് തന്നെയാണ്, നമുക്ക് നടക്കാനുള്ള ദൂരേ ഉള്ളൂ. ഐശ്വര്യ ഓഡിറ്റോറിയം എന്ന് പറയും, നമ്മുടെ വീടിൻ്റെ നിയർ ബൈ ആണ് കേട്ടോ. അപ്പോൾ ഏതായാലും നമുക്ക് അവിടെ ചെന്ന് കാണാം അല്ലേ. അപ്പോൾ അവിടെ എത്തി നേരെ വെൽക്കം ഡ്രിങ്ക്സ് ആണുള്ളത്. ഗ്രേപ്സ്, പൈനാപ്പിൾ, അങ്ങനെ ഡ്രിങ്ക്സുകളൊക്കെ ഉണ്ട്. ഞാൻ ഗ്രേപ്സ് ആണ് എടുത്തത് കേട്ടോ. അപ്പോൾ എന്നെ കുടിക്കാൻ സമ്മതിക്കുന്നില്ല. കൊടുക്കണ്ടെന്ന് വിചാരിക്കുന്ന ഐറ്റംസൊക്കെ എൻ്റെ സന്തതിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിനോട് പ്രത്യേക ഒരു ഇഷ്ടമാണ്. അങ്ങനെ എല്ലാവരും ജ്യൂസൊക്കെ ഫിനിഷ് ചെയ്ത് ഹാളിലേക്ക് പ്രവേശിക്കുകയാണ്. ഇതാണ് കേട്ടോ നമ്മുടെ കല്യാണ പാർട്ടി. സച്ചിൻ, അശ്വതി. സൺഡേ ആണ്, 8-ാം തീയതി സൺഡേ ആണ് ഇത് പ്രോഗ്രാം ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ കല്യാണം എന്നൊക്കെ പറയും മെയിനായിട്ട് നമുക്ക് റിലേറ്റീവ്സിനൊക്കെ മീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സുവർണ അവസരമാണല്ലേ ഇത്. അങ്ങനെ എല്ലാവരോടും സംസാരിച്ച് കുറച്ച് അവിടെ ഇരുന്ന് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ. ഫുഡിന് നമുക്ക് നെയ്ച്ചോറ്, ചിക്കൻ കറി, പൊറാട്ട, അതേപോലെ കപ്പ, മീൻകറി, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ച് നമ്മൾ ഐസ്ക്രീമൊക്കെ കഴിച്ചു കേട്ടോ. ഐസ്ക്രീമൊക്കെ കഴിച്ച് അവിടെ പിന്നെയും ഹാളിൽ തന്നെ പോയി അവിടെ കുറച്ച് നേരം പിന്നെ ഇരുന്നു കേട്ടോ. അപ്പോൾ ഐസ്ക്രീം കഴിക്കുകയാണ്. അപ്പോൾ അവൾക്ക് ഐസ്ക്രീം കണ്ടപ്പോൾ ചിടിങ്ങിന് ഐസ്ക്രീമിൻ്റെ ആ കോണ് മാത്രം നമ്മൾ കൊടുത്തു കേട്ടോ. അതേപോലെ എഡിറ്റമ്മേൻ്റെ കുട്ടീനെ അടുത്ത് ഒരു കോണ്, അവർക്ക് ഐസ്ക്രീം കൊടുത്തില്ല, കോണ് മാത്രം കൊടുത്തു. പിന്നെ അതൊക്കെ കഴിച്ച് സംസാരിച്ചു. പിന്നെ ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ ഇറങ്ങി. അപ്പോൾ ഇത്രേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.